കഴിഞ്ഞയാഴ്ച ഖത്തർ സന്ദർശന വേളയിൽ ഇറാൻ പ്രധാന നിബന്ധനകൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും തന്റെ നയതന്ത്ര സമീപനം സൈനിക സംഘർഷം തടയുമെന്ന് വിശ്വസിക്കുന്നതായി വെളിപ്പെടുത്തിയിരുന്നു. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂജ്യത്തിലാക്കണമെന്ന ആവശ്യത്തിൽ ട്രംപ് ഭരണകൂടം ശക്തമായി തന്നെ നിലനിൽക്കുന്നുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ പ്രധാന കയറ്റുമതിയായ പെട്രോളിയം വാങ്ങുന്നത് തടയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉപരോധത്തിനെതിരെ ട്രംപ് ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു. ഇറാനെതിരെ ഉപരോധം ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും കടുത്ത പിഴ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇറാൻ അമേരിക്കയോടുള്ള ശത്രുത കുറയാൻ കാരണമായതായി നയതന്ത്ര വിദഗ്ധർ കൂടുതലും വിലയിരുത്തുന്നുണ്ട്. അതുപോലെ ഇറാനെതിരെ ഭീകരരുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ, അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപരോധങ്ങൾ എന്നിവ നിലനിൽക്കുമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ ബന്ധവൈരിയായ ഇസ്രയേൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും അമേരിക്ക ഇസ്രയേലിനെതിരെ രംഗത്ത് വരികയായിരുന്നു. ട്രംപിൽ നിന്ന് ഇസ്രയേലിന് ശക്തമായ എതിർപ്പാണ് യഥാർത്ഥത്തിൽ നേരിടേണ്ടി വന്നതെന്ന് റിപ്പോർട്ടും നിലനിൽക്കുന്നുണ്ട്.